ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ഇന്നുള്ളത് പടിക്കൽ പാലക്കൽ ഭാഗത്താണുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു അപ്ഡേഷനുകളാണ് ഇപ്പോൾ നമ്മൾ കാണിക്കേണ്ടത്. നല്ല ഒരുപാട് അപ്ഡേഷനുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഭാഗത്തിൻ്റെ വീഡിയോ നമ്മൾ ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ മുഴുവനായിട്ട് ഒരുപാട് ദൂരം ഇങ്ങനെ തന്നെയാണ് ഇവിടുത്തെ ഒരു വർക്കുകൾ നടന്നുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ താഴെ ഭാഗത്ത്, അതായത് തലപ്പാറ ആ ഭാഗത്ത് ഒരുപാട് താഴ്ച ആയതുകൊണ്ട് ഇവിടുന്ന് തന്നെ ഈ ഭാഗത്തേക്ക് താഴ്ത്തി കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇവിടെ വർക്കുകൾ ഓരോന്നും ചെടപടേ പരിപാടികൾ നടക്കുന്നുണ്ട് കേട്ടോ. സർവീസ് റോഡുകളൊക്കെ രണ്ട് ഭാഗത്തേക്കായിട്ട് തിരിച്ചു വിട്ട് നിലവിലെ റോഡ് ഉണ്ടായിരുന്ന ഭാഗത്താണ് ഇപ്പോൾ ഈ ഒരു വർക്കുകൾ നടക്കുന്നത്. ആ ഭാഗം വെളിമുക്ക്, അത് കഴിഞ്ഞിട്ട് തലപ്പാറ എന്ന ഭാഗമാണ്. ഇതാണ് നമ്മളെ പഴയ റോഡിൻ്റെ ഹൈറ്റ് കേട്ടോ. ഇതാണ് പഴയ റോഡിൻ്റെ ഹൈറ്റ്. ഇത്രയും താഴ്ചയിലേക്കാണ് ഇപ്പോൾ ഇവിടെ വർക്കുകളൊക്കെ നടക്കുന്നത്. ഞാൻ നിൽക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ മണ്ണെടുത്തിട്ട് പോകാനുള്ള ഭാഗങ്ങളാണ്. ഇതാണ് നമ്മളെ നിലവിലെ പഴയ റോഡ്, ഓൾഡ് റോഡ് ഇതാണ്. നമ്മൾ ഈ ഭാഗം മൊത്തം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളുടെ വീഡിയോ കാണുന്നവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്നും കൂടി ഒന്ന് ഉഷാറാക്കിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. ലൈക്ക് കമൻ്റ് ഒക്കെ പോന്നോട്ടെ. സൈഡിലൊക്കെ രണ്ട് സൈഡിലായിട്ട് സർവീസ് റോഡ് വെച്ച് വളരെ ഒരു പ്രത്യേക ഭംഗിയോടെ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വർക്കുകളും കഴിയുമ്പോൾ കേരളത്തിലെ NH66 എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു അടിപൊളി കാഴ്ച തന്നെ ആയിരിക്കും. നമ്മുടെ യാത്ര തന്നെ ഒരു വൈബായി മാറും ഈ ഒരു NH66 വന്നാൽ എന്നാണ് തോന്നുന്നത്. അത്രക്കും നല്ല അടിപൊളിയായിട്ടാണ് നമ്മളെ NH66 വർക്ക് നടക്കുന്നത്. പിന്നെ KNRC അത്രയും ടാസ്ക് ഏരിയകളാണ് ഏറ്റെടുത്തിട്ടുള്ളതെന്നും കൂടി നമ്മൾ ഈ ഒരു ഇതിൽ പറയണം. കാരണം പല ഭാഗത്തും ഞാൻ യാത്ര ചെയ്യുമ്പോൾ കണ്ടു വർക്കുകൾ. അപ്പോൾ ഈ KNRCൻ്റെ അത്രത്തോളം ടാസ്ക് വർക്കുകൾ എടുക്കുന്ന മറ്റൊരു കമ്പനി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കണ്ണൂർ ഭാഗത്തൊക്കെ ഉണ്ട്, കായലുകളൊക്കെ നികത്തിയിട്ട് കൊണ്ടുപോകുന്ന റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഉഷാർ തന്നെയാണ് പണി. അപ്പോൾ KNRC ആണ് നമുക്കിപ്പോൾ കൂടുതൽ, നമ്മൾ ഈ ഭാഗങ്ങളാണ് ചെയ്യേണ്ടത്, നമ്മളെ നാട്ടിലത്തെ ഭാഗങ്ങൾ. ഇപ്പോൾ എന്തായാലും അടിപൊളി വർക്ക് തന്നെയാണ് KNRC ചെയ്യേണ്ടത്. ഇത്രയും മെഷീനറി വെച്ചിട്ട് KNRC ആണ് ഈ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ബിൽഡിങ്ങുകളൊക്കെ പോയി പാലക്കൽ എന്ന് പറയുന്ന ഒരു അങ്ങാടി ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും. കാരണം അപൂർവം 1-2 ബിൽഡിങ്ങുകളുണ്ട്. ആ ബിൽഡിംഗ് തന്നെ ഫ്രണ്ടേജൊക്കെ കട്ട് ചെയ്ത ബിൽഡിങ്ങുകളാണ്. ഇതാ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗങ്ങളൊക്കെ ഒഴിവാക്കി കൊടുത്തതാണ്. സിറ്റ് ഔട്ടാണ് ഇപ്പോൾ ഈ വീടിൻ്റെ സിറ്റ് ഔട്ട്. എല്ലാവർക്കും ക്യാഷൊക്കെ പാടും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ക്യാഷ് കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ ഈ വീടിൻ്റെ മതിലിൻ്റെ ഭാഗങ്ങളാണ് പോയത്, ഫ്രണ്ടേജ്. അപ്പോൾ അതൊക്കെ പാലക്കല ഭാഗത്തുനിന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്കാണ് വന്നത് കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് താഴ്ചയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെ ഉയർത്തുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉണ്ടല്ല, ആ ഒരു ഉയർന്ന പ്രദേശത്തേക്ക് ഇവിടുന്ന് കുറച്ച് ഉയർത്തി കൊണ്ടുപോവാണ്. ആ ഭാഗം പടിക്കലേക്ക് ഉള്ള ആ ഭാഗമാണ്, CP മാർബിൾസിൻ്റെ ഒക്കെ ഭാഗമാണ് ആ കാണുന്നത്. അപ്പോൾ നമ്മൾ ആ CP മാർബിൾസിൻ്റെ ഭാഗത്തെത്തിട്ടോ. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ട സ്ഥലം.
പാലക്കൽ ഇപ്പോൾ ഒരു പണി നടക്കുന്ന ഭാഗമാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഇതാണ് പഴയ CP മാർബിൾസിൻ്റെ സ്ഥലം. ഇപ്പോൾ ഈ ഞാൻ നിൽക്കുന്ന ഈ ഒരു ഭാഗം മൊത്തം CP മാർബിൾസ് നിലനിന്നിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് വളവ് നിർത്തിയിട്ട് സ്ട്രൈറ്റായിട്ട് വരും. ഇപ്പോൾ ആ സൈഡിൽ കാർ നിർത്തിയിട്ട് ആ ഭാഗങ്ങളൊക്കെ മാന്തിയ റോഡാക്കി വരാനുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഇതിൽ കൂടെ എങ്ങനെ റോഡ് ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് സ്ഥലം റോഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് അവിടുത്തെ അലൈൻമെൻറ്റൊക്കെ റെഡിയാക്കി വെച്ചതായിരിക്കാം. അത് കുറേ ആയിട്ട് ഇവിടെ ഈ ഒരു വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഈ ഒരു റോഡിൻ്റെ വർക്ക്. അതേമാതിരി നമ്മൾ അരീത്തോട് അവിടെയും കുറേ ആയ റോഡ് പക്ക റെഡി ആയിട്ടുണ്ട്. സർവീസ് റോഡും ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. അവിടെ കുറച്ച് ഭാഗത്തിട്ടാ ഒരു 1/2 കിലോമീറ്റർ ഭാഗം റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ തലപ്പാറ ഭാഗത്തേക്കാട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്നവർ തലപ്പാറ പെട്രോൾ പമ്പിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നേരെയാണ് പോകേണ്ടത് കേട്ടോ. വലത്തെ ഭാഗത്ത് ഇപ്പോൾ ആ ബസ് പോയ ഭാഗത്തേക്ക് പോയാൽ തലപ്പാറ ടൗണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് നേരെയാണ്, ഈ സർവീസ് റോഡ് നേരെ പോകുന്നുണ്ട്. ഇത് തലപ്പാറ പെട്രോൾ പമ്പിലേക്കാട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോന്നിട്ട് തലപ്പാറക്ക് വരുന്ന ഭാഗത്താണുള്ളത്. അപ്പോൾ ഈ ഒരു റോഡ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന റോഡാണ് തലപ്പാറ പെട്രോൾ പമ്പിലേക്കുള്ള റോഡാണിത്. ഇങ്ങനെ വന്ന് അതായത് തലപ്പാറയ്ക്ക് എത്തുന്ന റോഡാണ് സർവീസ് റോഡ്. ഇതാണിപ്പോൾ നമുക്ക് മെയിൻ റോഡായിട്ട് വരാനുള്ളത്. മെയിൻ റോഡിൻ്റെ പണികളാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന പണികളൊക്കെ. ഇവിടെ രണ്ട് സർവീസ് റോഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിലേക്കുള്ള ഈ സർവീസ് റോഡ് ഇപ്പോൾ തൽക്കാലം ചെറിയൊരു പണി കൂടി കഴിയാനുള്ളതുകൊണ്ട് അത് തലപ്പാറ ഭാഗത്തേക്കുള്ള തിരിച്ചു വിട്ടിട്ടില്ല. അത് ഇതിൽ കൂടെ പഴയ റോഡിൽ കൂടെ തന്നെയാണ് പോകുന്നത്. കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നത് സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ ആ വണ്ടിയൊക്കെ കയറി വരുന്നത് കേട്ടോ. ഏകദേശം റോഡിൻ്റെ ഒരു രൂപം ഇവിടെ തലപ്പാറ പെട്രോൾ പമ്പിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. ഇത് ഈ സർവീസ് റോഡ് നേരെ ഇങ്ങോട്ട് പോകുന്ന തലപ്പാറ പെട്രോൾ പമ്പിലെത്താം. അപ്പോൾ നമ്മളെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാം കേട്ടോ.